ഹലോ എവരി വൺ, നമ്മൾ ഡിഗ്രി പ്രിലിംസ് അതിൻ്റെ PSCയിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ബാക്കി രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ 71 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഡിയം ശൈലിയാണ്. ടു സ്പിൽ ദ ബീൻസ് മീൻസ് എന്താണ്? ടു റിവീൽസ് ദ സീക്രറ്റ്. അത് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ്. അതിൽ ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവിയുടെ സമയത്ത് ചൈൽഡ് ഉറങ്ങി എന്നുള്ളത്. ഇനി റബേക്ക റയർലി ഈറ്റ്സ് എ സ്വീറ്റ്സ് ഡസ് ഷീ അതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. വാട്ട് ടേം ഡിസ്ക്രൈബ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചറൽ ഗ്രൂപ്പ്സ് ഓഫ് നേഷൻ്റെ അതിനെ ജീനോസൈഡ് എന്നാണ് പറയാം. അതുപോലെ ചൂസ് സ്യൂട്ടബിൾ സിനോണിം ഫോളോയിങ് ദ ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൻ. മെറ്റിക്കുലസ് അത് കെയർഫുൾ ആണ് അതിൻ്റെ സിനോണിം വരുന്നത്. ക്വിക്ക്ലി എന്ന് പറയുന്നത് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആഡ്വർബാണ്. ഇനി നെസസറി, അതുപോലെ നെസസറി എന്നുള്ള വേർഡ് എന്താണ്? അത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രപ്പോസിഷൻ. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയത് ഏതാ വരുന്നത്? 1ഉം 2ഉം ആണ് കറക്റ്റായിട്ടുള്ള വരുന്നത്. ഓപ്ഷൻ എ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. അത് ബി ഓപ്ഷൻ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ്. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കറക്റ്റാണ്. ഏതായത് ബി ഓപ്ഷനാണ്. ഇനി കംഫർട്ടബിളിൻ്റെ ഓപ്പോസിറ്റ് അൺകംഫർട്ടബിൾ, ഈ ഓപ്ഷൻ. ഇനി അടുത്തത്, ചൂസ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് ദി ഫ്രേസൽ വെർബ് ഗിവിൻ എന്ന് പറയുകയാണെങ്കിൽ ഫ്രേസൽ വെർബിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി ഓപ്ഷനാണ്. ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഗിവിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ജെറൻഡ്, കറക്റ്റ് യൂസേജ് ഓഫ് ജെറൻഡ് എന്താണ്? ഐഡൻറ്റിഫൈ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ജെറൻഡ്. ജെറൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ING ഫോം വരുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ ബി ആണ്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ, ING ഫോം. വാട്ട് ഈസ് എ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? അതിനെ വെർബോസിറ്റി എന്നാണ് പറയുക. ഓപ്ഷൻ എ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഡി ഓപ്ഷനാണ്. ഷീ സെഡ് ഷീ വുഡിൻറ്റ് ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻസ് ആൻഡ് ഫെമിനിൻ ജെൻഡർ. ദാറ്റ് സ്റ്റാലിയൻസ് റിക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. അത് സി ആണ് വരുന്നത്. 80ാമത്തെ ചോദ്യം, അതിൽ സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. അപ്പോൾ ഏതാ വരുന്നത് അതിൻ്റെ ഉള്ളിൽ നോക്കി? സി ഓപ്ഷനാണ്. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. 90ാമത്തെ, വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാറ്റീവ് ഡിഗ്രി? ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. മോർ ഫാസ്റ്ററൊക്കെ വരും, പക്ഷേ ഫാസ്റ്റർ ദാൻ ആണ് യൂസ് ചെയ്യാം. ഇനി മലയാളത്തിലേക്ക് നമുക്ക് കടക്കാം. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അണിയം എന്നാണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് ഈ പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായ അമൃതം വിഷം. എ ഓപ്ഷൻ. ശരിയുത്തരം എന്താണ്? താവഴി, തായ് പ്ലസ് വഴി. പെങ്ങൾ എന്നത് ഏകവചനമാണ്. ശരിയായ പദം വിദ്യുച്ഛക്തി, അതായത് ബി. ഇനി ശരിയായ വാക്യം എ ഓപ്ഷനാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ. എനിക്ക് തലവേദനയുണ്ട്. നമ്മൾ ലീവ് ലെറ്റർക്ക് എഴുതുമ്പോൾ എഴുതിയിട്ടുള്ളതാണ്. സഫറിങ് ഫ്രം, ഐ എം സഫറിങ് ഫ്രം ഹെഡേക്ക്. അറിയാനുള്ള ആഗ്രഹം, ഒറ്റപ്പദം ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം നീടമാണ്. ഓപ്ഷൻ ബി. ചേർത്ത് എഴുതുക. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 1 70 വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. 70 തൊട്ടുള്ളതാണ് ബാക്കി. താങ്ക് യു.